മിഥുൻ ചേട്ടാ നമുക്ക് റിമോനെ വിളിച്ചാലോ? റിമോന്റെ ടീമിൽ നിന്ന് ആരാണ് ആദ്യമായിട്ട് വരുന്നത്? മനസ്സിലായില്ല. വായിലുള്ള തുപ്പി കളഞ്ഞിട്ട് പറയൂ. ഈ ജന്മസിദ്ധമായിട്ടുള്ള ഈ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ മോൾ ഒരിക്കലും വെള്ളത്തിന്റെ ബോട്ടിലൊന്നും ഒരിക്കലും അടപ്പ് പോലും വെക്കാറില്ല. തൊണ്ടയിൽ അടപ്പുണ്ടല്ലോ ഓൾറെഡി. സോറി, അങ്ങനെയാണ്. എന്തൊരാശ്വാസം. ഈ സാനിറ്റൈസർ പത്മ സ്വപ്നക്കൂട്. Absolutely. സ്വപ്നക്കൂട്. Correct. അറിയായിരുന്നു. ആ ചോദ്യം മിഥുനോടല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ മറച്ചേനെ. ഓർത്ത് നമ്മളിപ്പോ സങ്കടപ്പാട്ട് വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരാളെ ഓർത്ത് കരയാനുണ്ടാവും. വിധുവിന് ഇങ്ങനെ ഒരാളെ ഓർത്ത് കരയാൻ പറ്റും. എനിക്ക് ഓരോ വാക്കിൽ ഒരാൾ മറക്കാമെല്ലാം മറക്കാം, നിനക്കായെല്ലാം മറക്കാം. റിമോ, യെസ്. ക്യാരക്ടർ നെയിം ഇന്ദിര. അതാണ് സ്ത്രീലിംഗമല്ല ചന്തു. അല്ല, സത്യം പറയാത്ത നീ എപ്പോഴും നോട്ട് ചെയ്യണല്ലോ. അല്ല, ഞാൻ ആ അമ്മയെ നോട്ട് ചെയ്യായിരുന്നു. അമ്മേ, അത് അച്ഛനടുത്തിരിക്കുമ്പോഴോ? അല്ലല്ലോ. ഒരു ലാലേട്ടന്റെ ചായ ഉണ്ടോ? തോള് ചെരിച്ചപ്പോ തീരെ അങ്ങോട്ട് പറഞ്ഞ പരിപാടിയില്ല. ഇവിടെ ഉണ്ണി അറിഞ്ഞൂടാ. ഒരവസരം തന്നിട്ടും പറയാൻ പറ്റില്ല. ഇല്ല, പറയാനുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരിക്കൽ. അതായത് പബ്ലിക് ടെലിവിഷനിൽ പറയൂല. അതല്ല, ഇപ്പൊ പറയാം. കണ്ണും കണ്ടു, അതുകൊണ്ട് മുഖം നോക്കാതെ പറയാം. അത്രയും ഭംഗിക്കാണ് അത് ഉച്ചരിക്കുന്നത്. ഒന്ന് കേട്ടു നോക്കിയാൽ മനസ്സിലാവും. ആ സായന്ത്രം വേറെ ആർക്കും പറ്റില്ല അത് അങ്ങനെ ഉച്ചരിക്കാൻ. ഞാൻ ഒന്ന് പാടി കേൾപ്പിക്കട്ടെ. വേണ്ട, അല്ല, കേൾക്കുക നമുക്ക് മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും. അതെ. ഒരു കാര്യം പറയാം കേട്ടോ, ഉണ്ണിക്ക് നിന്റെ അടുത്തുള്ള ഇംപ്രഷൻ മുഴുവൻ കോപ്പി അടിക്കാനൊന്നും പറ്റില്ല. ആർക്കും ഒരു പാട്ടിന്റെ ട്യൂണ് വേറെ പാട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല, ഉണ്ണിക്ക് ഇംപ്രഷൻ പോകുന്നില്ലേ പറഞ്ഞു? ഇല്ലാത്തത് പോകില്ല. കാട്ടുചെടികൾ ഇങ്ങനെ പരന്ന് വളരുന്നതും അതിനെ നമ്മൾ കൊണ്ടുവന്നൊരു പൂച്ചട്ടിയിൽ വെക്കുമ്പോഴും വ്യത്യാസമില്ല. അതേമാതിരി അതിനൊന്ന് ഭംഗിയാക്കി വെട്ടി ഒതുക്കാനൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. പാരന്റ്സോ അല്ലെങ്കിൽ അനുഗ്രഹന്റെ ടീച്ചേഴ്സ് ഒക്കെ ഇത് കാണുമ്പോൾ അവന് പറ്റുന്ന രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കുമായിരിക്കും. ഓക്കെ, ശരി. മനസ്സിലായ അച്ഛന് മനസ്സിലായ എന്തൊക്കെയോന്ന്. ചേച്ചി ഉണ്ണിന്ന് വിളിക്കുന്നത്. ഈ സിംഗർ ഉണ്ണിമേനോൻ ആരായിട്ട് വരും? ഞാൻ പറയണതേ, അടുത്തൊരു ബെല്ലോട് കൂടി ഈ നാടകം അവസാനിച്ചിരിക്കും. അതെ. എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരനുമായിട്ട് വന്നിരിക്കുകയാണ്. നോട്ട് ദ പോയിന്റ്. മേക്കപ്പ് മാനും നല്ല കോസ്റ്റ്യൂമും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നും ഇതുപോലെ തന്നെ. അത് ഞങ്ങൾക്ക് ഉണ്ട്. സാധാരണ മറ്റു കാര്യങ്ങളിൽ നമ്മൾ പാലയായിട്ട് കണക്ട് ചെയ്യുന്ന യക്ഷികളെയാ. യക്ഷികൾ കലബല പറയാറൊന്നുമില്ല. അവര് പാട്ട് പാടി സാരി കൊടുത്ത് നടക്കുന്നുള്ളൂ. അവന്റെ അടുത്ത് വരുന്നത് സംസാരിച്ചിരിക്കാനാണ്. കറിയിലുണ്ട്, തവിയിലില്ല. മുല്ലയിലുണ്ട്, ചെമ്പരത്തിയിലില്ല. കറിയിലുണ്ട്, തവിയിലില്ല. മുല്ലയിലുണ്ട്, ചെമ്പരത്തിയിലില്ല. കറിയിലുണ്ട്. അതെന്ത് പറ്റി ചെമ്പരത്തിയിൽ ഇല്ലാന്ന് പറയാൻ കാരണം? ശരിക്കും ചെമ്പരത്തിയിലാ ഉള്ളതെന്ന്. എന്നാൽ ഇഷ്ടപ്പെട്ട് പാടി കൊടുത്തൊരു മലയാളം പാട്ട് ഏതാണ്?
ഞാൻ പണ്ടെപ്പോഴോ ഞങ്ങള് ഫോണിൽ വർത്താനം കല്യാണത്തിന് മുമ്പ് എപ്പോഴോ ഒരു പ്രാവശ്യം ഫോണിൽ എന്തോ പാടിക്കൊടുത്തോളൂ, അല്ലാണ്ട് പെണ്ണെ കൊണ്ട് അതിനുശേഷം പാടിച്ചിട്ടേ ഇല്ല. ചോദിച്ചിട്ടേ ഇല്ല. പിന്നെ പുള്ളി നമ്പർ മാറ്റിയത്. ഞാൻ ഇൻട്രസ്റ്റ് ഉള്ള അല്ല, കാര്യം സത്യം പറഞ്ഞ ഇത് എന്ത് അപകടങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്ന പറയട്ടെ. കാരണം ഒരുങ്ങിയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും മറ്റേ ഇവര് കാക്കപ്പുള്ളിയൊക്കെ തൊട്ടുവരും. അപ്പൊ വീട്ടിൽ നിന്നും പറയും, മേക്കന്മാരും പറയും, വേണ്ട കാക്കപ്പുള്ളി തൊടണ്ട, അവിടെ വിധു ഇരിപ്പുണ്ടല്ലോ എന്ന് പറയും. മിഥുൻ ചേട്ടൻ ഞാൻ തന്നിരിക്കുന്നത് ക്യാപ്റ്റൻ ആരെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ആ മയിലിനെ തന്നെ ഏൽപ്പിക്കാം. മയിലിതാ അവിടെ ആടിക്കൊണ്ടിരിക്കുക. എന്റെ കണ്ണി കുത്തി ആരാ നോക്കിട്ട് അവിടെ നിന്ന് സൈറ്റ് അടിച്ചേ? ശ്രീമ ചേച്ചി അവൻ വിചാരിച്ചൊരു 5 years മൂത്തതായിരിക്കും എന്ന് വിചാരിച്ചല്ലേ? വിചാരിച്ചല്ലേ? സമപ്രായക്കാരാണ് ശരിക്കും. അവന്റെ അമ്മയെ കേട്ടില്ല. മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടോ ആയിരിക്കും 4 പേര്. അതെല്ലേ, 4 പേരുടെ നമ്പർ എനിക്ക് ആവശ്യമുണ്ട് മോട്ടിവേഷൻ. വിധുവിന്റെ നമ്പർ വെച്ച് ബാക്കി ആരുടെ ഇല്ല, ഞാൻ ആദ്യം തരാന്ന് പറയായിരുന്നു. അവിടെ എഴുതി. ഞാൻ ഇങ്ങനെ ആരാണ് വരുന്നത് ടീമിൽ നിന്ന്? ഈ പാട്ടിലൂടെ നമ്മൾ ഒരു കുത്തു കൊടുക്കുകയാണ്. ആ കുത്തു കൊടുക്കുന്നത് ഋത്ത്. വേണ്ടിയാണ് ഞാൻ ആ കുത്തിട്ടത്. ഇനി എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നീ കോമ പോലെ. നോട്ടോറിയസ് ഗേൾ, ഓക്കേ? ക്യാപ്റ്റന്റെ ശിക്ഷണോ? നോ മാനിപ്പുലേഷൻ. പക്ഷേ ഇത്രയും നല്ല ഡാൻസർ ആയിട്ടും നമുക്ക് ദുർഗയുടെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റിയില്ലല്ലോ. വളരെ സത്യം. പറ്റാത്ത കാരണമുണ്ട്. ഡാൻസ് കളിച്ചില്ലല്ലോ. ഒരു ചെറിയ നിയമ വ്യത്യാസമുണ്ട്. സോ ഇത്തവണ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കും. അവർക്ക് പറ്റില്ല, അവർ പാസ് പറഞ്ഞാൽ മാത്രമേ വേറൊരാൾക്ക് പറയാൻ പാടുള്ളൂ. ഓക്കെ, ഓക്കെ? ഞാൻ ഫസ്റ്റിലേ പറയണം, പാസ്. രണ്ട് വരി അഭിനയിച്ച് കാണിക്കാത്തത് ഈ കുഞ്ഞാറ്റ പൈങ്കിളി എങ്ങനെ കാണിക്കും? അതാണ് നമുക്കറിയേണ്ടത്. അതുപോലെ തന്നെ കൂകിയും കുറുകിയും. അല്ല, കുറുകി നിന്നെ കാണിച്ചാൽ എന്റെ ടീം ഇവരാണ്. അതിനകത്ത് സ്റ്റെപ്പ് വരെ കാണിച്ചു കൂട്ടി. ഞാൻ ഇങ്ങനെ കാണിച്ച വേറെ എന്തൊക്കെ ചിന്തിച്ചു. സൂപ്പർ ആയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ലെവലാക്കി അല്ലേ ശരിക്കും? നീ പതുക്കെ സംസാരിക്കുക, ആ കാറ്റത്തത് പറഞ്ഞു. പപ്പടാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. പപ്പടം വറക്കാനൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച ആളാട്ടോ. മുട്ട അടിപൊളിയാ, പക്ഷെ മുട്ട പൊട്ടിക്കാൻ 3 പേര് വേണം. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാള് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റ്സ് can never take back this memory, you know. Can never be replaced. We can't buy that from shop. അതാണ് കുറുക്കന്മാര്. മുന്തിരി വരുന്നേ ഉള്ളൂ എല്ലാവരുടെയും വീട്ടിലോട്ട്, അത് പതുക്കെ എത്തുള്ളൂ. നാണുണ്ടോ വിധു? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ 1 വർഷമായിട്ട് കൂടെ ഇരുന്ന് പോയി.